ഭരണവിരുദ്ധ വികാരവും പാർട്ടി വിരുദ്ധ വികാരവും ഒക്കെ ജനങ്ങൾക്കുണ്ട്. അതൊക്കെ കൊണ്ട് ജനങ്ങൾക്ക് പാർട്ടിയോടും ഭരണത്തിനോടും ഭരണകർത്താക്കളോടുമുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ നഷ്ടപ്പെട്ടു. അത് ഇലക്ഷനിൽ പ്രതിഫലിച്ചു എന്ന് പറഞ്ഞപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പോരാ, കൃത്യമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു പറ, എവിടെ തെളിവുകൾ, ഒരു ഉദാഹരണം കാണിക്കുക എന്നൊക്കെ. ഇതാ കൃത്യമായൊരു തെളിവ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതുവരെ യൂട്യൂബിൽ നിർത്തിയ പണം എൻഫോഴ്സ്മെന്റ് കൊണ്ട് പിടിച്ചിരുന്നു. അത് എന്റെ ലൈസൻസ് അല്ലേ പോയുള്ളൂ. അത് പോയപ്പോൾ എനിക്കൊരു 10,000 പേരെ റീച്ച് കിട്ടിയുള്ളൂ. അങ്ങനെയല്ല, ഈ റീച്ച് ഇവിടെ അവസാനിക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിക്കുന്നു, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന ആക്ട് പ്രകാരം, അതായത് നിയമലംഘനം നടത്തി, നമ്മളെല്ലാവരും മനസ്സിലായി, നിയമലംഘനം നടത്തി അത് ആ നിയമലംഘനം പ്രദർശിപ്പിച്ചു അതിലൂടെ പണം ഉണ്ടാക്കിയാൽ ആ പണം പിടിച്ചെടുക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്നാണ്. അപ്പൊ യൂട്യൂബിനോട് പറയുക ബാൻ ചെയ്യാൻ പറയും. മാത്രമല്ല യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കൊടുത്തു എന്ന് കണക്കാക്കണം. ആ പണം ഇയാളുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നോ സ്ഥാപന ജംഗമങ്ങളിൽ നിന്നോ ജപ്തി ചെയ്തു. കെ.ബി. ഗണേഷ് കുമാർ LDFന്റെ ഒരു മന്ത്രിയാണ്. ഒരു സാധാരണ പൗരനെ എങ്ങനെയാണ് ഭരണകൂടം അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നത് എന്നതാണ് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത്. സഞ്ജു ടെക്കി കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര ചെയ്തു, നിയമലംഘനം നടത്തി, അതിനെതിരെ നടപടി വേണം, ഒരു തർക്കവുമില്ല. അതുകൂടാതെ സഞ്ജു ടെക്കിയുടെ യൂട്യൂബിൽ നിയമലംഘനം നടത്തിയ വേറെയും 7-8 വീഡിയോകൾ ഉണ്ടായിരുന്നു, അതിനെതിരെയും നടപടി വേണം, ഒരു തർക്കവുമില്ല. തുടർച്ചയായി നിയമലംഘനം നടത്തിയതിന് വേണമെങ്കിൽ ലൈസൻസും കട്ട് ചെയ്യാം. അതാണ് പരമാവധി ചെയ്യാൻ പറ്റുന്ന കാലം. അത് ആജീവനാന്തകാലം ലൈസൻസ് കട്ട് ചെയ്യണോ, അതൊക്കെ വിട്ടു, ചെയ്യുകയാണെങ്കിൽ പ്രതികാരം തീരട്ടെ. പക്ഷെ അത് കുറച്ച് കൂടുതലാണ്. ആജീവനാന്തകാലം കട്ട് ചെയ്യുന്നതൊക്കെ ഒരു പരിധി വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലേ. എന്നാലും പോട്ടെ, വിട്ടു. എന്നാൽ അത്രയും ചെയ്തിട്ടും പക തീരാതെ വീണ്ടും വീണ്ടും പുറകെ പോയി ഒരു മന്ത്രി തന്നെ നേരിട്ട് ഒരു സാധാരണ പൗരനെ വേട്ടയാടുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഒരിടത് സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടും ഇഡിയും ഒക്കെ പീഡിപ്പിക്കാൻ മാത്രം സഞ്ജു ടെക്കി ചെയ്ത കുറ്റം എന്താണ് ശരിക്ക്? അയാള് യൂട്യൂബിൽ വീഡിയോ ഇട്ട് അതൊരു ജോലി ചെയ്തല്ലേ അയാള് പണം ഉണ്ടാക്കിയത്. എന്തൊരു പകയാണ് ഗണേഷ് കുമാർ സഞ്ജുവിനോട് നിങ്ങൾ ചെയ്യുന്നത്? ശരിക്കും എന്താണ് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത്? ഈ വീഡിയോ കാണുന്നവര് പറയാ, ഇതൊക്കെ കാണുന്ന മനുഷ്യര് ഈ സർക്കാരിനെ കുറിച്ച് സത്യത്തിൽ നല്ലത് വല്ലതും കരുതുമോ? എന്നാൽ തൊട്ടു മുൻപ് ഗണേഷ് കുമാർ സംസാരിച്ചപ്പോൾ വേറെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഗണേഷ് കുമാർ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോയില്. അതിന് കൈയടിച്ച വല്ല ഒരാള് തന്നെയാണ് ഞാനും. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിന്റെ കക്കൂസ് കഴിയും, പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. കാരണം എന്താണെന്നോ, പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ലേ, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. MED ഒന്നും വെല്ലുവിളിക്കേണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. MED വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി, ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് റീച്ച് കൂടി ഒരു കാര്യം. മെഡിക്കൽ കോളേജ് സർവീസിന് വിട്ടാൽ പോലെ രോഗികളെ ആശ്രയിക്കുകയല്ല. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിയിക്കണം, അതാണ് ചെയ്യുന്നത്. അത് അത്രയെങ്കിലും ഒരു ശിക്ഷമാണ്. അല്ലാതെ രോഗിയായി കിടക്കുന്നവരെ സാന്ത്വന ചികിത്സയ്ക്ക് വിടുന്ന അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ്. ഇത് അറിയുന്നുണ്ട്, ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ്. ക്രിമിനൽ നടപടിക്ക് ക്രിമിനൽ നിയമപ്രകാരമുള്ള ശിക്ഷകൾ തന്നെ വേണം. ഈ വീഡിയോ കണ്ടപ്പോ എനിക്കത് സത്യത്തിൽ ഒരു രസമായിട്ട് തോന്നി. കാരണം നിയമത്തെ തുടർച്ചയായി ലംഘിക്കുന്നു, വെല്ലുവിളിക്കുന്നു, MVDയെ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സത്യത്തില് ശിക്ഷയായിട്ട് സഞ്ജു ടെക്കി വല്ല സർക്കാർ ആശുപത്രിയിലും പോയി കക്കൂസൊക്കെ കഴുകി വരട്ടെ, ബോധമുണ്ടാവാൻ അത് ഉപകരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. ഗണേഷ് കുമാറിന്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ അതിൽ ചിരിച്ചൊരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഗണേഷ് കുമാർ പറയുന്നതൊക്കെ പകയും വൈരാഗ്യവും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. ഒരു മനുഷ്യനെ ശിക്ഷിക്കുന്നത് അയാൾ നശിച്ച നാറാണക്കല്ല് ഭാഗ്യം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അയാളെ തള്ളിയിടാൻ വേണ്ടിയല്ല, ആ മനുഷ്യനെ തിരുത്തിച്ച് അയാൾ ഒരു നല്ല പൗരനായി സമൂഹത്തിലേക്ക് തിരിച്ചു വരാനാവണം. ഇത് എന്തോന്നിടേ? ഈ സഞ്ജു ടെക്കിയാണോ ഇപ്പൊ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? അതിന്റെ പിന്നാലെ ഒരു മന്ത്രിയൊക്കെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമുണ്ടോ? സഞ്ജു ടെക്കി തെറ്റ് ചെയ്തു, അയാളെ മാതൃകാപരമായി ശിക്ഷിച്ചു, സത്യത്തിൽ ആവശ്യത്തിലേറെ ശിക്ഷിച്ചു. എന്നിട്ടും പക തീരാതെ മൈക്ക് കെട്ടിയൊരു മന്ത്രി പ്രസംഗിക്കുകയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ED. എന്തൊരു ഭീഷണിപ്പെടുത്തലാണ് ഇതൊക്കെ. ഇതിനാണ് നമ്മൾ പറയുന്നത് അധികാര ദുർവിനിയോഗം എന്ന്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ഒരുത്തന്റെ ജീവിതം തുലച്ചു കളയരുത്. നിങ്ങൾ എന്നും ആനപ്പുറത്തിരിക്കില്ല. എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം വാങ്ങാൻ വേണ്ടി നിലത്ത് വരേണ്ടി വരില്ലേ? അങ്ങനെ തെരഞ്ഞെടുപ്പില് സമ്മാനം വാങ്ങാൻ വേണ്ടി നിലത്ത് വരുമ്പോ ജനങ്ങൾ എടുത്ത് ഉടുക്കും. അതാണ് സംഭവിക്കുന്നത്.
ഗണേഷ് കുമാർ എന്ത് തോന്നിയാസം ചെയ്താലും ഏത് പാർട്ടിയിൽ മത്സരിച്ചാലും കൊട്ടാരക്കര ജയിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ സംഭവം കണ്ട ജനങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ LDFലെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് വോട്ട് ചെയ്യും. ഹലോ മിസ്റ്റർ ഗണേഷ് കുമാർ, രാജഭരണമൊക്കെ അവസാനിച്ചിട്ട് കുറേ കാലായി. താങ്കൾ ഇവിടുത്തെ രാജാവൊന്നുമല്ല, ഒരു ജനപ്രതിനിധിയാണ്. താഴെ നിൽക്കടേ, പാവപ്പെട്ടവരുടെ മുതുകത്ത് കയറി ഇങ്ങനെ ഡാൻസ് കളിക്കല്ലേ. ആ ചെക്കന് ജീവിക്കാൻ അനുവദിക്കടേ. സഞ്ജുട്ടിക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ആ ചെക്കനൊന്നും നിങ്ങളുടെ എതിരാളി പോയിട്ട് ഒന്നും അല്ല മിസ്റ്റർ, വിട്ട് കളയണം.